പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ അഭിഷിക്തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ അങ്ങേറ്റെടുക്കണമേ. ഞങ്ങളെല്ലാവരും ഇവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയോട് ചേർന്നുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മനുഷ്യനും 1000 കണ്ണീരോടെയാണ് ഭാരമുള്ള മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ നിൽക്കുന്നത്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, മാതാവേ, പ്രാർത്ഥന കേൾക്കുന്ന തീർത്ഥാടകരും പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഒരു കുഞ്ഞു പോലെ അനുഗ്രഹപ്പെടാതെ കർത്താവേ, അങ്ങയുടെ തിരുമുറവാടുന്ന വലത് കരത്താൽ അനുഗ്രഹത്തിന്റെ ആണിപ്പിടുതാടുന്ന അത്ഭുത കരത്താൽ അടിപ്പിടർ പോലെ ദൈവികമായ ശക്തി മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. മാരക രോഗങ്ങള്, തീരവേദികള്, ജീവിത ദുരിതങ്ങള്, ഭാരങ്ങള് ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിന്റെ അടയാളം കാണിക്കണമേ. അപ്പാ, അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി മാർഗരോഗങ്ങള്, കരൾ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, രക്തസ്രാവ രോഗങ്ങള്, PCOD രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, യേശുവിന്റെ നാമത്തില് ഉച്ച മുതൽ ഉള്ളംകാല വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. കരരോഗങ്ങള്, നടുവിന്റെ വേദനകള്, വേസ്റ്റിന് രോഗങ്ങള്, കർത്താവിന്റെ ഇടുപ്പല്ലിന് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, നടക്കാൻ പറ്റാത്ത അവസ്ഥകള്, കണ്ണിന് കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്പർശിക്കട്ടെ. സൃഷ്ടിരോഗങ്ങള് സ്പർശിക്കട്ടെ. മുഴകളുടെ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തൊണ്ട രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. എല്ലാവരും so
ഇതിന് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം ദൈവം ടേക്കപ്പ് ചെയ്താൽ നമുക്ക് വേണ്ടിയിരുന്നത് വിശ്വാസം മാത്രമേ ഉള്ളൂ, ചലിക്കാത്ത വിശ്വാസം. ചില ആൾക്കാർക്ക് ഭയങ്കര ബ്ലെസ്ഡാണ്, അവർക്ക് വിശ്വാസത്തിൻ്റെ അത് ചലിപ്പുണ്ടാകത്തില്ല, വെള്ളം ചേർക്കാത്ത വിശ്വാസമാണ് ഇതിനകത്ത് വരുന്നത്. അവർ എന്നോട് പറയണത്, അവർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ടോയ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ഞാൻ 7-ാം തീയതി ഫിക്സ് ചെയ്ത് കർത്താവിനൊരു ഡേറ്റ് ഇട്ട് കൊടുത്ത്, കർത്താവിന് എന്താണ് ഇത് പറഞ്ഞ് എനിക്ക് ഇസ്രയേലിനൊരു കോൾ ഫോർ വേണം, അന്വേഷണം വേണം എന്ന്, 7-ാം തീയതി വേണമെന്ന്. അപ്പോൾ ഇവൻ 7-ാം തീയതി 10 മണിക്ക് നോക്കി, ഇല്ല ആരും വരണില്ല, ഇസ്രയേൽ ആരും ഇല്ലല്ലോ. അതിനുവേണ്ടി ഏജൻസിയോട് പറഞ്ഞിട്ടുമില്ല, ആരോട് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ മനസ്സിലുള്ള ബോധ്യങ്ങളിൽ ആണ് ഇവൻ ജീവിക്കണത്. നിങ്ങൾ ഇന്ന് ചിന്തിക്കേ, മുകളിൽ പൂവും താഴെ വേറെയുമില്ലാത്ത ഒരു ആശയം മാത്രമാണ് ഈ മനുഷ്യൻ. ദൈവം ഈ മനുഷ്യൻ നയിക്കുന്ന രീതികൾ നോക്കണം. ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം കളങ്കമില്ലാത്താണെങ്കിൽ ദൈവം റെസ്പോണ്ട് ചെയ്യും. കളങ്കമില്ലാത്തൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, ഡ്യൂപ്ലിസിറ്റ് അല്ലാത്ത കളങ്കമില്ലാത്തൊരു വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, സഞ്ചരിക്കാത്ത ഒരു വിശ്വാസം, കളങ്കമില്ലാത്ത ഒരു വിശ്വാസം. അതായത് ഈ കളങ്കമുള്ള വിശ്വാസത്തിന് ഈശോ വിളിക്കുന്നത് ഹിപ്പോക്രസി എന്ന്. ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഉടമ്പടി ചിലപ്പോൾ 3 പുതുക്കി കാണും, ചിലപ്പോൾ നിങ്ങൾ സിൽവർ ഗ്രേയിൽ കാണും, പക്ഷെ നിങ്ങൾ ഹിപ്പോക്രറ്റാണെന്ന് നോക്കണം. നാഥാനിയലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞ കമൻറ്റ് ഭയങ്കര ശക്തമാണ്. നാഥാനിയലിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞ, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. അതാണ് അസസ്മെൻറ്റ്. ഇങ്ങനൊരു അസസ്മെൻ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം ദൈവം വിലമതിക്കുന്ന ഒരു ക്യാരക്ടറാണത്. എന്താണ്? കളങ്കമില്ലാത്ത അവസ്ഥ. Take the bed of God. Hallelujah. യോഹന്നാൻ 1:47. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പൊ ഈ ദൈവത്തിൻ്റെ ഒരു കുഴപ്പം പണ്ടുമുതലേ ഉള്ളത്, ഈ യഥാർത്ഥവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ എപ്പോഴും തിരിക്കും. കർത്താവിൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു വീശുമുറാം അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ? കർത്താവിന് മുമ്പ് വഴിയൊരുക്കാമെന്ന കക്ഷിയോട് പരിശുദ്ധാത്മാ പറഞ്ഞത് കർത്താവിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. കർത്താവ് ഇപ്പം ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $, ഇത്ര $ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എന്തോ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഡിക്ലെയർ ചെയ്ത്. ഇതുപോലെ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് യോഹന്നാനെ വിട്ടിരിക്കുന്നത്. അതിനകത്തൊരു സാധനം വീശുമുറവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 3:17. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. കയ്യിലിരിപ്പ് പെസകാണെന്നാണ് ആദ്യം പറഞ്ഞത്. വിശുമുറം എന്നറിയാമല്ലോ, പേറ്റണ മുറാവും, പതിരും കതിരും തിരിക്കണം മുറ അവൻ്റെ കയ്യിലുണ്ടെന്നാണ്. അവൻ്റെ കയ്യിലുള്ള സാധനം ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പൊട്ടന്മാരാരും ശ്രദ്ധിച്ചില്ലേ ശരിക്കും പറഞ്ഞാൽ? ആ വീശുമുറവുണ്ട്, വീശുമുറവ കയ്യിലും കണ്ട് ചിരവ് എന്തെങ്കിലും കയ്യിരിക്കട്ടെ, അതിന് എനിക്കെന്താണെന്നുള്ളതാണ് ഇത് വായിക്കണവന്മാർക്കുള്ള റെസ്പോൺസ്. വിശുമുറവാ. ഒരാൾ വരുമ്പോൾ തന്നെ അത് ഹിപ്പോക്രസിയാണ് സത്യമാണെന്നുള്ളവരെ സ്കാൻ ചെയ്യും. ഇതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ആളും തരവും നോക്കാതെ കർത്താവിൻ്റെ അടുത്ത് വന്ന പച്ചപ്പകൽ പണിമേടിക്കും.
അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ഉഡായിപ്പുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അനുദപിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. വിഷമുറ അവൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നാഥാനിയേൽ വന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്ത്, ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളമിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നത് എവിടെ മനോജ് അതിനുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയോ അടുത്തെവിടെയോ പോവുകയാണ്, ബാംഗ്ലൂർ എവിടെ പോവുകയാണ്. അപ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ ഡ്രൈവറെ ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ ഡ്രൈവറിനോട് അപ്പോൾ ഞങ്ങളവിടെ ഗാലറി ഇരിക്കരുന്ന്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, എന്നാ സാറേ നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനോജ് തപ്പി നോക്കണത്, പേഴ്സില്ല. പക്ഷേ അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിരുന്ന പോലീസുകാരൻ ഇവിടെ വന്ന് പേഴ്സ് എങ്ങനെ അവിടെ എവിടെയോ പോയതാണ്, അത് ഇയാളുടേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അവിടെ മുഴുവനും ക്യാമറയാ. നമ്മുടെ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുത്തരാണ് ഇവിടെ ഇരുത്തുന്നത്, അങ്ങനെയല്ല. അവരെ പലരവിടെ ഇരിപ്പുണ്ട്. ഓരോ ക്യാമറയ്ക്കും 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് പോണതും ഇവൻ തിരിച്ച് വന്ന് ഗാലറിയിൽ ഇരിക്കുന്നതും എല്ലാം അവരവിടെ റൂട്ട് ചെയ്തിട്ട് ഇവനെ വന്ന് പൊക്കി കൊണ്ട് സാധനം കൊണ്ടേ കൊടുത്തു. ഇതുപോലെ തന്നെ ഇത് മനുഷ്യന്മാർ പോലും ഇത്രയും സ്കാനിങ് ആണെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഒരാൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും, നഥാനിയേൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ ഇതൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് കണ്ടാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ, സന്ദർശനവും അതുപോലെ തന്നെ സംഭാഷണവും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു റിസൾട്ടാണ്, ഒരു ഫീച്ചറാണ്. ഉടമ്പടിയുടെ ഫീച്ചറാണ്. മറ്റ് പ്രാർത്ഥനകൾക്ക് ഇല്ലാത്തതും സർവ്വസാധാരണമായ ഉടമ്പടി കണ്ടുവരുന്നൊരു സംഭവമാണ് സന്ദർശനവും സംഭാഷണവും. അപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങളെ സുഖപ്പെടാം, നിങ്ങളെ സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വെടിപ്പായിട്ട് കണ്ടിട്ടില്ലെന്ന് എൻ്റെ അടുത്താണ്. അതത്ത് ഒറ്റടക്കം പോകാത്ത കേസാണ്. നിങ്ങൾക്ക് ചില 10 കൊല്ലമായിട്ട് മക്കളില്ലായിരിക്കും. 10 കൊല്ലമല്ല, ഇപ്പോൾ ഇന്നലെയും കണ്ടപ്പോൾ 9 കൊല്ലം 10 കൊല്ലമൊക്കെയാണ് കൃപാസനത്തിലെ മക്കളുടെ നോർമൽ സാക്ഷ്യങ്ങളെന്ന് പറയണത്. പക്ഷേ ഈ കക്ഷികൾ ആരെങ്കിലും കർത്താവിനെ കണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാര്യം? കാണാൻ സമയമായിട്ടില്ല. സന്ദർശനവും സംഭാഷണവും വേറെ ഒരു സബ്ജക്റ്റാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് വെടിപ്പ് വേണം. ഉടമ്പടി നമ്മളെ വെടിപ്പിലേക്ക് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ എന്താണ് യഥാർത്ഥം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈശോ അപ്പം തന്നെയും മനുഷ്യന്മാർ രണ്ടായിട്ട് തിരിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റും യഥാർത്ഥവും. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലേ. ഒരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ പറയും, ഈശോ പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. ക്രിസ്ത്യനാണ് പക്ഷെ കുന്നംകുളം സെറ്റാണെന്ന് പറയും. പണ്ട് കുന്നംകുളം സെറ്റ് നമ്മൾ സാധനം ഉണ്ടായിരുന്നു. റേഡിയോ, TV എന്തെല്ലാം ഉണ്ടാക്കിയാൽ ശരി, എന്താണ് കുന്നംകുളംകാർ വേറൊരു സാധനം ഉണ്ടാക്കും അവിടെ. അവരാണല്ലേ കേരളത്തിലെ ബിസിനസ്സുകാർ ആദ്യത്തെ. അപ്പം അതുകൊണ്ട് എല്ലാ സാധനവും അവർ ഉണ്ടാക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. പണ്ട് ഫിലിപ്സ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്സ് റേഡിയോയുടെ ഡിസൈൻ മാറ്റിയ കുന്നംകുളംകാരും മാറ്റും. അപ്പോൾ കുന്നംകുളം ഇപ്പോൾ ചൈനീസ് സെറ്റ് അതൊക്കെ ഇന്ന് നമ്മൾ വിളിച്ചു പറയത്തില്ല, അതുപോലൊരു ബ്രാൻഡായിരുന്നു പണ്ട് കുന്നംകുളം സെറ്റിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ട്, യഥാർത്ഥ ഇസ്രയേലിൻ്റെ ഫീച്ചർ എന്താണ്? ഇവനിൽ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കത്തില്ല. മോശം ടൈം വന്നാലും യേശു തന്നെ കർത്താവും. നല്ല കാലത്ത് യേശു കർത്താവും. മോശം ടൈം വരുമ്പോൾ പ്രാർത്ഥനയും ഇല്ല, പള്ളിപ്പോക്കും ഇല്ല, പത്രം കൊടുപ്പലും ഇല്ല, ഒന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റാണ്. ഈ മോശം ടൈം ആരാ തരണത്? ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം? അതങ്ങനെ വരത്തില്ല. ലോകത്തുനിന്ന് അത് വരത്തില്ല, പ്രൊട്ടക്ഷനാണ്. പിന്നെ മോശം ടൈം വരികയാണെങ്കിൽ ദൈവം നിനക്ക് തരുന്നതാണ്. എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. പോരെ? അതാണ് സംഭവം. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരാൾക്ക് മോശം ടൈം വരുന്നത് എന്തുകൊണ്ടാണ്?
അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകണമല്ല, ദൈവം തരുന്നതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. മമ്മി, ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മാത്രമേ ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം, അപ്പോൾ 2 ദിവസമേ ഉള്ളൂ, തിങ്കൾ ചൊവ്വാഴ്ച കാലത്ത് തന്നെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് RDO ഓഫീസിൽ വന്നു. അവിടെ വന്നപ്പോൾ ഭയങ്കര ക്യൂ ആണ്. അവരോട് ചോദിച്ചവരൊക്കെ പറഞ്ഞു, ലൈസൻസ് പുതുക്കണമെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്യണം. എനിക്ക് ആകെ ഇന്നൊരു ദിവസമേ ഉള്ളൂ, ഇന്നത്തെ കഴിഞ്ഞാൽ അവർ കേസാക്കും. ഞാൻ തനിച്ചേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 7 വർഷമായി. കൂടെ വരാനായിട്ട് വേറെ ആരുമില്ല. ഞാൻ അവിടെ ഇരുന്ന് സ്റ്റാഫിനോട് ചോദിച്ചു, ഇനി ഇത് റിന്യൂവൽ ചെയ്ത് ഇന്ന് കിട്ടാൻ ആരെ കാണണം? അപ്പോൾ അവർ പറഞ്ഞു, കിട്ടുമോയെന്ന് അറിയില്ല, അവിടെ 3 നമ്പർ ക്യാബിലിരിക്കുന്ന സാറിനെ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ വിളിച്ചു, കാശ് രൂപം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, മാതാവേ, നീ എൻ്റെ മുന്നേ പോരണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസുകാരൻ്റെ മുന്നിലേക്ക് പോകുന്നത്. നീ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇന്ന് തന്നെ എനിക്കിത് റിന്യൂവൽ ചെയ്തു തരണം. ഞാൻ ആ കാശ് രൂപവും എടുത്തുകൊണ്ട് ആ സാറിൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ കടന്നു ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അവിടെ വേറൊരാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. അയാളോട് സംസാരം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞു, എൻ്റെ ലൈസൻസ് എനിക്കൊന്ന് റിന്യൂവൽ ചെയ്തു തരണം. കൂടെ ആരാണ് വന്നിട്ടുള്ളത്? ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞു. ഭർത്താവില്ലേ? ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ഒന്നും വേണ്ടിയില്ല. സാർ എന്ത് ചെയ്തു? ഒരാളെ വിളിച്ചിട്ട് എൻ്റെ ലൈസൻസ് വാങ്ങിയിട്ടൊരു ഫോമിൽ സൈൻ ചെയ്തിട്ട് പറഞ്ഞു, അയാളുടെ കൊടുത്തുവിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക, 2 മണിക്ക് ലൈസൻസ് റിന്യൂവൽ ചെയ്ത് വാങ്ങിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ മാതാവ് എനിക്ക് തന്ന അത്ഭുതം അതായിരുന്നു. അത് കിട്ടി ഞാൻ പുറത്ത് വന്നിരുന്നപ്പോൾ തന്നെ ചാലക്കുടി പോലീസ് സ്റ്റേഷന് വിളി വന്നു. എന്തായി, നിങ്ങളുടെ ഡോക്യുമെൻ്റ് ക്ലിയറായോ? ഞാൻ പറഞ്ഞു, സാറേ ക്ലിയറായി, ഞാനിവിടെ RTO ഓഫീസിലാണ് ഉള്ളത്. എങ്ങനെ ക്ലിയറാവും? അത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണ്ടേ കിട്ടണമെങ്കിൽ? ഇല്ല സാറേ, എനിക്കത് ക്ലിയറായി കിട്ടി. 2 മണിക്ക് എനിക്ക് എൻ്റെ റിന്യൂവൽ കഴിഞ്ഞ് എൻ്റെ ലൈസൻസ് കിട്ടും. നാളെ കാലത്ത് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റുമായിട്ട് ചാലക്കുടി വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേന്ന് കാലത്ത് തന്നെ ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ തന്നു. ഇതെനിക്ക് മാതാവ് തന്നെ എൻ്റെ ആദ്യത്തെ എൻ്റെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അന്നത് നടക്കുമെന്ന്. കേസിൻ്റെ പുറകെ പോണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത്ഭുതകരമായി മാതാവ് അത് നടത്തി തന്നു. അത് കഴിഞ്ഞ് വീണ്ടും പോന്നു. പിന്നെയും പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ, ഈ കാശ് രൂപം മാത്രമേ ഉള്ളൂ. ഓൺലൈനിൽ യൂട്യൂബിൽ കയറിയിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടുക പതിവായിരുന്നു. അത് 1 അല്ല 2 അല്ല 3 അല്ല, വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കും. എനിക്ക് വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരുന്നു. കൃപാസനത്തിൽ വീണ്ടും പോകണം, എനിക്ക് തരുന്ന സാക്ഷ്യങ്ങൾ പറയണമെന്ന് മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 2021 ഏപ്രിൽ 19 ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയ സമയം ഞാനും നടക്കാൻ പോവുക പതിവായിരുന്നു. 3 ദിവസമായുള്ളൂ ഞാൻ നടക്കാൻ പോയി തുടങ്ങിയിട്ട്. പനമ്പള്ളി നഗറിൽ വെച്ചിട്ട് റോഡ് വിജനമാണ്. 6:30ക്കും 6:45 ഇടയിൽ റോട്ടിലൂടെ ഞാൻ ഓടുകയായിരുന്നു. 5 മിനിറ്റ് ഓട്ടം കഴിഞ്ഞിട്ട് നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഓട്ടത്തിലെല്ലാം ഞാൻ പരിശുദ്ധ മാതാവിൻ്റെ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. അതായിരിക്കാം ആ വമ്പൻ അപകടത്തിൽ നിന്നും എൻ്റെ തലച്ചോറിന് തലനാരിയുടെ വ്യത്യാസത്തിൽ ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞാൻ തെറിച്ചു വീണു. വണ്ടി ഇടിച്ചതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. എന്നെ വാരിക്കൂട്ടി കാറിലിട്ട് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു. വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദർ വന്നു. അത് കഴിഞ്ഞു കാലിൽ ഒരുപാട് മുറിഞ്ഞ് ചോര വാർന്നൊഴുകുന്നുണ്ട്. ശരീരം ഇഞ്ചി പോലെ ചതഞ്ഞു. കൈ ഒടിഞ്ഞിട്ട് 2 കമ്പി ഈ റൈറ്റ് കാല് അനക്കാൻ പറ്റുന്നില്ല. അനങ്ങിയാൽ എനിക്ക് മരണവേദനയാണ്. അങ്ങനെ എൻ്റെ ഡ്രസ്സെല്ലാം കീറി മുറിച്ചെടുത്തു. 5 ദിവസം അവിടെ കിടന്നു. ഡോക്ടർ ചോദിച്ചു, തലച്ചോറ് സ്കാൻ ചെയ്തപ്പോൾ തലയ്ക്കൊരു പോറൽ പോലുമില്ല.
ആ ആക്സിഡൻറ്റ് കണ്ടവർ പറഞ്ഞത് അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം ആ കോൺക്രീറ്റ് പോസ്റ്റ് പോലും ഇടിച്ചു തകർത്തിരുന്നു, പക്ഷെ ഇടിച്ച ആൾക്ക് ഒരു പോറൽ പോലും വന്നിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഒരുക്കുകയാണ്. വീണ്ടും ഞാൻ ഉടമ്പടി ലാഗ് ചെയ്തപ്പോൾ മാതാവ് വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ആദ്യ പടി ഇതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മാസത്തോളം എൻ്റെ മക്കളാണ് എന്നെ ഇടുത്തുപൊക്കി ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും ഫുഡ് വാരിത്തരുന്നതും നോക്കുന്നതും. അന്ന് ഞാൻ അറിഞ്ഞു മാതാവും ഈശോയും മാത്രമേ നമുക്കുള്ളൂ. വേറെ ആരുണ്ടെന്ന് പറഞ്ഞാലും ആരും നമുക്കില്ല. നമ്മുടെ തക്ക സമയത്ത് നമ്മളെ നോക്കാൻ വരുന്നത് നമ്മുടെ അമ്മ തന്നെയാണെന്ന്. വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. ആ സമയത്ത് എൻ്റെ മോളുടെ കുട്ടിയും മോളും വീട്ടിലുണ്ട്. എന്നെ നോക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. മോൾക്ക് പനി വന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കണം. അപ്പോൾ മോളെ കൊണ്ടുപോയിട്ട് ആൻറ്റിജൻ ടെസ്റ്റ് എടുത്തു. മോൾക്ക് പോസിറ്റീവ്. മോൾക്ക് എങ്ങനെ പോസിറ്റീവായെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങളുടെ വീടിൻ്റെ മതിലിൻ്റെ പുറത്ത് പോവാത്ത കുഞ്ഞാണ്. പക്ഷെ ഞാനും മോനും പോയിട്ട്, കാരണം ഞാനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, ഞാനും മോനും പോയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നെഗറ്റീവ്. അങ്ങനെ വന്നിട്ട് അടുത്ത വീട്ടിൽ വിളിച്ച് ചോദിച്ചു, ഇവിടെ ആർക്കെങ്കിലും കൊറോണ ഉണ്ടോ? അപ്പോൾ അപ്പുറത്തെ ആൻറ്റി പറയാണ്, അങ്കിൾ കൊറോണ പിടിച്ചിട്ട് ഒരാഴ്ചയായിട്ട് കിടപ്പിലാണെന്ന്. അത് ആ ആഴ്ചയിലാണ് എൻ്റെ കൊച്ചുമോൾ കുറച്ച് വേപ്പില ഒടിച്ചു കൊടുത്തത് അവരത് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ കൊറോണ വന്നു. എനിക്കും മോൾക്കും മോളുടെ കുട്ടിക്കും കൊറോണ. ഞാനാണെങ്കിൽ ഇഞ്ചി ചതഞ്ഞ പോലുള്ള ശരീരവുമായിട്ട് കൊറോണയും കൂടെ വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോയിരുന്നു. 10 ദിവസത്തോളം വെള്ളമിറക്കാൻ പോലും പറ്റാത്ത കിടപ്പ്. അമ്മ മാതാവിനെ വിളിച്ചുകൊണ്ട് ഒരേ പ്രാർത്ഥന മാത്രം. ഈ കാശുരൂപം വെച്ചുകൊണ്ട് 10-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റു. 10-ാം ദിവസം മുതൽ ഞാൻ എക്സസൈസ് ചെയ്യാനും എൻ്റെ ബോഡി ഫിസിയോതെറാപ്പി ഞാൻ തന്നെ ചെയ്യാനും തുടങ്ങി. അങ്ങനെ എത്രയും പെട്ടെന്ന് ഞാൻ പിക്കപ്പായി. ഇതെല്ലാം മാതാവ് തനിക്ക് തന്ന ഒരനുഗ്രഹം മാത്രമാണ്, അത്ഭുതമാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് എണീക്കത്തില്ല. മരുന്നുകളൊന്നും വേറെ ഇല്ലായിരുന്നു. ഈ പ്രാർത്ഥന മാത്രമായിരുന്നു എനിക്ക് കൂട്ടുണ്ടായത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന, അച്ഛൻ്റെ ധ്യാനം, ഇതെല്ലാം ഞാൻ ഡെയിലി 2, 3, 4 വെച്ച് കേൾക്കും. അതായിരുന്നു. ഞാൻ വിളിക്കുന്നിടത്ത് എൻ്റെ മാതാവ് വന്നു. അങ്ങനെ ഇരിക്കലേ എനിക്ക് ലങ്സിൽ ബ്ലോക്ക് വന്നു. അടുത്തത് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3-ാമത് മാതാവ് വീണ്ടും എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലെൻസിലെ ബ്ലോക്ക് വന്നു. വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു, മമ്മി അത് എക്സസൈസ് ചെയ്തിട്ടാണ്, മമ്മി ഡയറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന്. ഞാൻ പറഞ്ഞു, അല്ല മോനെ, 2 ആഴ്ചയായിട്ട് മമ്മിക്ക് ലെൻസിൻ്റെ അവിടെ വേദനയുണ്ട്, വേദന കുറയുന്നില്ല. ഞാൻ തന്നെ വണ്ടി എടുത്ത് ഡോക്ടറെ അടുത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ഇൻഫെക്ഷൻ്റെ മരുന്ന് തന്നു. 3 ദിവസത്തേക്ക് തന്നു വിട്ടു. ഞാൻ ആ 3 ദിവസത്തെ മരുന്ന് കഴിച്ചു, ഒരു കുറവുമില്ല. വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നു, എക്സ്റേ എടുത്തു, PFT എടുത്തു. ഡോക്ടർ പറഞ്ഞു ലങ്സിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും ആ ഒരാഴ്ചത്തെ മരുന്ന് കഴിഞ്ഞ് ചെന്നോ, ഡോക്ടർ CT ചെയ്യാൻ പറഞ്ഞു. ഒരു കുറവുമില്ലായിരുന്നു. 1 അടി സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് എനിക്ക് മെഡിക്കൽ ടെസ്റ്റിൻ്റെ 2nd ഫ്ലോറിലോട്ട് കയറാൻ വയ്യ. എങ്കിലും മാതാവിനെ പിടിച്ചുകൊണ്ട് ഞാൻ കയറി ചെന്ന് അവിടെ ഇരുന്നു. ഈ CT ചെയ്ത് നോക്കിയപ്പോൾ ലെൻസിൽ 2 ബ്ലോക്ക്. D ഡൈമർ 0.500 വേണ്ടിടത്ത് 20 ആയി. എൻ്റെ ബ്ലഡ് ക്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്ലഡ് സർക്കുലേഷൻ ലെൻസിലേക്കുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ മാതാവ് അവിടെ ഇടപെട്ടു. എനിക്ക് അപ്പോഴും ഒരു പ്രോബ്ലമില്ല, ഓക്സിജൻ തരികയോ ഒന്നുമില്ലായിരുന്നു. ഈ കാശുരൂപം കൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് എന്താണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഇത് അമ്മ തന്നെ ഏറ്റെടുക്കണം, മാറ്റിത്തരണം എന്ന് പറഞ്ഞു. മാതാവ് അത് പൂർണ്ണമായും മാറ്റിത്തന്നു. 6 മാസം മുതൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എനിക്ക് കറക്റ്റ് 6-ാം മാസത്തിൽ തന്നെ എൻ്റെ എല്ലാ മരുന്നുകളും സ്റ്റോപ്പ് ചെയ്തു. ഇത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് എക്സസൈസ് നിർത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് ഇനി എൻ്റെ മോനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോൻ 2018 BCom പരീക്ഷ എഴുതിയതാ. അന്ന് ഒരു വിഷയത്തിൽ 1 മാർക്കിന് പോയി, ഡിഗ്രി പോയി. 2ാമത് 19 എഴുതി, അതേ വിഷയത്തിന് 1 മാർക്ക് പോയി. 3ാമതും എഴുതി, അതേ വിഷയത്തിന് 1 മാർക്ക് പോയി. അവന് വിശ്വാസമില്ല. അപ്പോൾ കാശുരൂപം കയ്യിലുണ്ടെങ്കിലും ഞാനത് വിട്ടിരുന്നു. ആ കാശുരൂപം 4ാമത് എഴുതാൻ പോയപ്പോൾ ഞാൻ മോന് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഇത് കൊണ്ടുപോകണം,
മമ്മി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം. ആ പ്രാവശ്യം എഴുതിയപ്പോൾ 2022 എൻ്റെ മോൻ നല്ല മാർക്കോടുകൂടി ആ വിഷയം പാസ്സാക്കി. മാതാവിനെ അറിയാതെ പോയത് കൊണ്ടായിരിക്കാം 4 വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ അനുഗ്രഹം മാതാവിൽ നിന്ന് കിട്ടുവാനായിട്ട്. അത് കഴിഞ്ഞു, അവൻ പാസ്സായി, മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് കോളേജിലേക്ക് UK പോയി പഠിക്കണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം അവൻ എൻ്റെ അടുത്ത് തന്നാൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പ്രാപ്തിയിലേക്ക് വരില്ലെന്ന് തോന്നി. എല്ലാം മമ്മി ചെയ്താൽ മതി എന്നാ പറയുക. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ ഇനി നീ UK നീ അയക്കാൻ പറഞ്ഞു. കോളേജിലേക്ക് അവൻ സർട്ടിഫിക്കറ്റ്സ് അയച്ചു കൊടുത്തു. അവന് ഓഫർ ലെറ്റർ വന്നു. മാർച്ച് മാസത്തിൽ ആംഗ്ലിയൻ റുസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ആ സമയം തന്നെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കാശ് രൂപം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ, നീ തന്ന മകനെ നീ തന്നെ ഡിഗ്രി പാസ്സാക്കി തന്നോ. ഇനി UK പോയി പഠിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ എന്നെ അനുവദിക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യണം.